നമസ്കാരം. നമ്മുടെ നാട്ടിൽ സ്വകാര്യ ബസ് സർവീസ് നടത്തണമെങ്കിൽ പോലും അതിന് പെർമിറ്റ് വേണം. പെർമിറ്റ് ഇല്ലാതെ ഒരിക്കലും നമുക്ക് സർവീസ് നടത്താൻ കഴിയുകയില്ല. എല്ലാ വർഷവും ഇതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഫിറ്റ്നസ് ഉണ്ടെന്ന് സർക്കാർ ഉറപ്പുവരുത്തിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഞെട്ടിക്കുന്ന ഒരു വിവരം, എയർ ഇന്ത്യ എയർ വർത്തിനെസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വിമാനങ്ങൾ സർവീസ് നടത്തിയെന്നാണ്. കഴിഞ്ഞ വർഷം നവംബർ 24, 25 തീയതികളിലാണ് എയർ വർത്തിനെസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത എയർ ബസ് വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് 8 സർവീസുകൾ എയർ ഇന്ത്യ നടത്തി എന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. എയർ വർത്തിനെസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് വിമാനം എല്ലാവിധ പരീക്ഷണങ്ങൾക്കും വിധേയമാക്കിയ ശേഷം അതിൽ വിജയിച്ചു എന്ന് കാണിച്ചുകൊണ്ട് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം നൽകുന്ന സർട്ടിഫിക്കറ്റാണ് എയർ വർത്തിനെസ് സർട്ടിഫിക്കറ്റ്. ആ പേര് പോലെ തന്നെ പറക്കാൻ യോഗ്യമായ അവസ്ഥയിലുള്ള വിമാനം എന്ന് തന്നെയാണ് എയർ വർത്തിനെസ് സർട്ടിഫിക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വിമാനം സർവീസ് നടത്തുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയും പിഴവുമായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഇത് ഈ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയെപ്പോലും, അതായത് എയർ ഇന്ത്യയുടെ വിശ്വാസ്യതയെപ്പോലും ബാധിച്ചു എന്നാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും 1 കോടി രൂപയോളം പിഴ ശിക്ഷ ഇപ്പോൾ എയർ ഇന്ത്യക്ക് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം നൽകിയിരിക്കുകയാണ്. ഇത് 30 ദിവസത്തിൽ അടയ്ക്കണം എന്നാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രമുഖ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സാണ് ഈ വാർത്ത കഴിഞ്ഞ വർഷം ഡിസംബറിൽ പുറത്തുവിട്ടിരുന്നത്. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു ഗുരുതരമായ വീഴ്ച കണ്ടെത്തിയിരിക്കുന്നത്. എയർ ഇന്ത്യ വിമാനങ്ങൾ ഈ പ്രധാനപ്പെട്ട നഗരങ്ങളായ ഡൽഹി, മുംബൈ, ഹൈദരാബാദ് എന്നീ ഇടങ്ങളിലേക്കെല്ലാം തന്നെ സർവീസ് നടത്തിയെന്നാണ് ഇതിൽ കാണുന്നത്. എയർ ഇന്ത്യയുടെ ഭൂരിഭാഗം വിമാനങ്ങളും ബോയിങ്ങും മറ്റ് വിമാനങ്ങൾ എയർബസിൻ്റെയുമാണ്. അപ്പോൾ എയർബസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങൾ കുറേ നാൾ മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അത് സംബന്ധിച്ച പരിശോധനകൾ കൂടി പൂർത്തിയാക്കാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ അത് സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണോ ഇത്തരത്തിൽ ഈ വർധന സർട്ടിഫിക്കറ്റിന് വേണ്ടി വിമാനങ്ങൾ അവിടെ എത്തിക്കാതിരുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. പക്ഷേ എയർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പിഴവ് തന്നെയാണ്. ഇപ്പോൾ ടാറ്റ കമ്പനിയും അതുപോലെ സിംഗപ്പൂർ എയർലൈൻസും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് എയർ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വിമാന കമ്പനി എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് എയർ ഇന്ത്യ. JRD ടാറ്റയാണത് ആരംഭിച്ചത്. പിന്നീട് അത് ഇന്ത്യ ഗവൺമെൻറ്റിന് കൈമാറുകയും പൊതുമേഖലാ സ്ഥാപനമായി മാറുകയായിരുന്നു. പിന്നീട് എയർ ഇന്ത്യ വലിയ തോതിലുള്ള നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയപ്പോഴാണ് ടാറ്റ കമ്പനി വീണ്ടും അത് ഏറ്റെടുക്കാൻ തയ്യാറായി രംഗത്തെത്തുന്നത്. പക്ഷേ ഏറ്റെടുത്തതിന് ശേഷം ഉണ്ടായ സംഭവങ്ങൾ പലപ്പോഴും ടാറ്റ കമ്പനിയെ തന്നെ ഇപ്പോൾ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ടാറ്റ കമ്പനി നേരത്തെ നടത്തിയിരുന്ന വിസ്താര എയർലൈൻസും ഇതോട് ചേർത്ത് ലയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ധാരാളം വിമാനങ്ങൾ എയർ ഇന്ത്യയുടെ കൈവശമുണ്ട്. പക്ഷേ ഇതിൽ എയർ ഇന്ത്യയുടെ ഡ്രീം ലൈനർ എണ്ണത്തിൽപ്പെട്ട വിമാനങ്ങൾ നിരന്തരമായി ഇപ്പോൾ പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ജൂണിൽ അഹമ്മദാബാദിൽ 260ഓളം പേരുടെ മരണത്തിനിടയാക്കിയ എയർ ഇന്ത്യ ഡ്രീം ലൈനർ വിമാനം അപകടം ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഉണ്ട്. ഇത് അപകടം എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യം ഇപ്പോഴും സംശയകരമാണ്. ഈ വിമാനത്തിൻ്റെ പൈലറ്റുമാരിൽ ഒരാൾ വിമാനത്തിൻ്റെ ഇന്ധന സ്വിച്ചുകൾ 2 ഓഫ് ചെയ്തിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്നാൽ ഇക്കാര്യം കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചിട്ടില്ല. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ലണ്ടനിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പറന്നു വന്ന ഒരു എയർ ഇന്ത്യയുടെ തന്നെ ഡ്രീം ലൈനർ വിമാനം ബാംഗ്ലൂർ ലാൻഡ് ചെയ്തപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്. ഇതിലെ ഇന്ധന സ്വിച്ചുകൾ 1 ഓഫായിരിക്കുകയായിരുന്നു. അതായത് കട്ട് പൊസിഷനിലായിരുന്നു, റണ്ണിങ് പൊസിഷനിലായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ മൊത്തത്തിൽ എയർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ ഒരു പിഴശിക്ഷ കേന്ദ്ര സർക്കാർ എയർ ഇന്ത്യക്ക് നൽകുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ. കാരണം ഈ വിമാന കമ്പനി ഇന്ത്യയിൽ ഏറ്റവും പൈതൃകമുള്ള, ഏറ്റവും മഹത്തായ ഒരു സ്ഥാപനം നടത്തുന്ന ഒന്നാണ്. അങ്ങനെയുള്ള ടാറ്റ കമ്പനി നടത്തുന്ന എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ ഈ ഫലത്തിൽ ഫിറ്റ്നസ് സർവീസ് ഇല്ലാതെ സർവീസ് നടത്തിയ ബസ്സുകളേക്കാൾ ദയനീയമായ അവസ്ഥയിലായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം ഈ എയർ വർത്തിനെസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് എല്ലാ വിമാനങ്ങളെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് എന്തുകൊണ്ടാണ് കമ്പനി ശ്രദ്ധിക്കാത്തതെന്നുള്ള കാര്യം മനസ്സിലായിട്ടില്ല. എന്നാൽ എയർ ഇന്ത്യ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാർ ആരാണെന്ന് കണ്ടിട്ടുണ്ട്, അവർ പേര് നടപടി എടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ്. ഏതായാലും കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് ഇത് സംബന്ധിച്ച് കൃത്യമായ തങ്ങൾ മറുപടി നൽകിയതായിട്ടാണ് എയർ ഇന്ത്യയുടെ CEO അറിയിക്കുന്നത്.